നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിൽ നിന്ന് മോചനം നേടിയതിന്റെ സ്മരണ പുതുക്കി ഇന്ത്യ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്ഥാപനങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരളത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്നും മന്ത്രി. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് റോഡിൽ രൂപപ്പെട്ട ഗർത്തം അടയ്ക്കുന്നതിനുള്ള ശ്രമം കൂടുതൽ സങ്കീർണമാകുന്നു. ഗർത്തം അടയ്ക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ വലുതാകുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. റോഡിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ താൽക്കാലികമായി മെറ്റൽ ഷീറ്റ് പൈലിംഗ് നടത്തിയിട്ടും ഫലമില്ല. വാർത്തകൾ വിശദമായി. വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിൽ നിന്ന് മോചനം നേടിയതിന്റെ സ്മരണ പുതുക്കിയാണ് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ വീരന്മാരുടെ ത്യാഗത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് സ്വാതന്ത്ര്യദിനം. 1857 കലാപം മുതൽ 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരെയുള്ള ഓരോ പ്രതിഷേധവും പ്രസംഗവും ത്യാഗവും നമ്മെ 1947 ഓഗസ്റ്റ് 15 ചരിത്രപരമായ അർദ്ധരാത്രിയിലേക്ക് അടുപ്പിച്ചു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പട്ടേൽ തുടങ്ങിയ ദീർഘദർശികളുടെയും എണ്ണമറ്റ വാഴ്ത്തപ്പെടാത്ത വീരന്മാരുടെയും നേതൃത്വത്തിൽ ഇന്ത്യ ഒടുവിൽ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ ശരിയായ സ്ഥാനം അവകാശപ്പെട്ടു. ഓരോ ഇന്ത്യക്കാരനും ഓഗസ്റ്റ് 15-ന് വളരെയധികം വൈകാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധൈര്യത്തിൻ്റെയും നമ്മുടെ ജനങ്ങളുടെ ഐക്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഇത്. 2025 സ്വാതന്ത്ര്യദിനം യുവതലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സമ്പന്നവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഇന്ത്യക്കായി പ്രവർത്തിക്കാനുമുള്ള അവസരമാണ്. പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം മുതൽ സ്കൂളുകളിലും ഓഫീസുകളിലും ഭവന സൊസൈറ്റികളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം അഭിമാനത്തോടെയും ആവേശത്തോടെയും ആഘോഷിക്കപ്പെട്ടു. ദേശസ്നേഹഗാനങ്ങൾ, സാംസ്കാരിക പ്രകടനങ്ങൾ, സമൂഹ ഒത്തുചേരലുകൾ എന്നിവ ഒരു സ്വന്തമാണെന്ന തോന്നൽ നിറയ്ക്കുന്നു. ഇന്ത്യയുടെ പുരോഗതിക്ക് ആഗോളതലത്തിൽ ലഭിച്ച അംഗീകാരം. പതിറ്റാണ്ടുകളായി ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം, സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു നിമിഷമായി സ്വാതന്ത്ര്യദിനം മാറിയിരിക്കുന്നു. 2025 സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായും നവീകരണത്തിനുള്ള കേന്ദ്രമായും ആഗോളതലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രാഷ്ട്രമായും നിലകൊള്ളുന്നു. ഓരോ ഭാരതീയനും സ്വാതന്ത്ര്യദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരളത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. കേരളത്തെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയെടുക്കാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ആദരണീയായ വിശിഷ്ടാതിഥി, ബഹുമാനപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം മറ്റൊരു പ്രതിജ്ഞ കൂടി എടുക്കേണ്ടതുണ്ട്. കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നതാണ് അത്. നമുക്ക് ചുറ്റും നാം തന്നെ തീർക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ഈ നാടിനെ നോക്കുകുത്തി ആക്കുകയാണ്. വീടുകളിലെ മാലിന്യം മറ്റാരും അറിയാതെ നമ്മളിൽ പലരും നാടിന് മേൽ വെച്ച് കെട്ടുന്നു. ഓടകൾ മുതൽ നദികളും ജലാശയങ്ങളും വരെ മാലിന്യം കൊണ്ട് നിറയുകയാണ്. മാലിന്യവും നശീകരണവും ഒക്കെ ചേർന്ന് നമ്മുടെ വേമ്പനാട്ട് കായലിനെ വലിയ ദുരാവസ്ഥയിലേക്ക് എത്തിച്ചത് സങ്കടകരമായ ഒരു ഉദാഹരണമാണ്.
തെരുവുനായ പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ടൂറിസം പദ്ധതികൾക്കുമൊക്കെ വിനയായി മാറുന്ന ഈ പ്രശ്നം പരിഹരിച്ചേ തീരൂ. നാടെങ്ങും ശുചിത്വം ഉറപ്പാക്കിയില്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിലുള്ള നേട്ടങ്ങൾക്കൊക്കെ തിളക്കം കുറയുമെന്നത് ലളിതമായ ഒരു പാഠമാണ്. സേവനം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഫയൽ അദാലത്തുകൾ നടത്തി സാധാരണക്കാരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഇന്ന് സർക്കാർ നടത്തുന്നുണ്ട്. കാർഷിക മൃഗസംരക്ഷണ രംഗത്ത് നടപ്പിലാക്കിയ കർഷക പ്രിയ പദ്ധതികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ പ്രത്യേകിച്ചും അഭിമാനമുണ്ട്. രാജ്യത്തിന് തന്നെ പാലിൽ ഏറ്റവും അധികം വില കർഷകർക്ക് നൽകുന്ന സംസ്ഥാനമാണ് കേരളം. വിളക്കണയാത്ത മൃഗാശുപത്രികളും കർഷകരുടെ വീട്ടുപടിക്കൽ ചികിത്സയ്ക്കെത്തുന്ന മൊബൈൽ ചികിത്സാ സേവനവും സൈബർ കണക്ടിവിറ്റി വഴി സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധ പദ്ധതികളും ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ്. മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്, കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ADM S ശ്രീജിത്ത്, സബ് കളക്ടർ ആയുഷ് ഗോയൽ, നഗരസഭാ അംഗങ്ങളായ റീബ വർക്കി, മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. NCC Senior Division. Coming up, the girls contingent of Basilius College Kottayam being commanded by Kumari Parvati Krishna. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. പരേഡ് ഗ്രൗണ്ടിലേക്ക് ആദ്യം കടന്നുവന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവാണ്. തുടർന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടുമെത്തി സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്നാണ് വിശിഷ്ടാതിഥി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നുവന്നത്. ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ മന്ത്രി പരേഡ് പരിശോധിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പരേഡ് കമാൻഡറുടെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമ്മുടെ രാജ്യം നേടിയതായി മന്ത്രി പറഞ്ഞു. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ പ്രത്യേക ബുദ്ധിമുട്ടുകളും വേദനകളും ത്യാഗങ്ങളും സഹിച്ച മഹാനഗരന്മാരുടെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വർത്താനം മുന്നോട്ട് പോവുക സാധ്യമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള പോലെ വെള്ളക്കാരുടെ കൊള്ളക്കാരുടെ ഖജാൻജിമാരുടെ ദിവാൻജിമാരുടെ കീചകിരാത ദരിദ്രകാര നിർമ്മോഹ എഴുതിക്കെതിരെ അടിവെട്ടെഴുന്നേറ്റും മുട്ടം കൊണ്ട് മൂരാഴ്ച ഭരണം മുഖ്യണമെന്ന മുദ്രാവാക്യം വിളിച്ച സുവർണ പ്രധാന നൽകിയ വാർത്തകളുടെയും ജാഗ്രതമായ ആത്മകരുണയുടെയും അനുഭവത്തിൽ നമ്മളെടുത്ത പാവന പവിത്രമായ ബാധ്യതകളെ കാണുകയും അതിന് മുഴുവനുള്ള രസസ്നേഹത്തിന്റെ ക്ഷണവേൽക്കുന്നതാണ്. പക്ഷേ ഇത് പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ വേദനാപൂർവ്വം എത്തിക്കുകയും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിവരണമുള്ള സ്വഭാവങ്ങൾ അഹങ്കാരികൾ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്ന വേദനകൾ ഓരോരുത്തരും മനസ്സിലാക്കി. തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, വനംവകുപ്പ്, NCC സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷനുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് തുടങ്ങി 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു.
കുമാരി കീർത്തന സജീഷ് നയിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയ നയിക്കുന്ന SN ഹയർ സെക്കൻഡറി സ്കൂൾ സിറ്റി കഞ്ഞിക്കൊടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്ലറ്റൂൺ ഇഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറണാകുന്നേൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ പങ്കെടുത്തവർക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 9-ന് മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി പരേഡ് കമാൻഡർക്കൊപ്പം പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ചു. പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. വിഷ്ണുവായിരുന്നു പരേഡ് കമാൻഡർ. തുടർന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കം നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് കാരണമായി തീർന്ന എല്ലാവരെയും ആദരപൂർവ്വം നമുക്ക് ഓർക്കാം. രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയും കാത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിർത്തികളിൽ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ ത്യാഗോജ്വലമായി കഷ്ടപ്പെടുന്ന നമ്മുടെ സേനാംഗങ്ങളെ നമുക്ക് ഓർക്കാം. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പലവിധമായ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ സംസാരിച്ചു, വ്യത്യസ്തമായ സംസ്കാരങ്ങളിലൂടെ, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ രുചിച്ചുകൊണ്ട്, വ്യത്യസ്തമായ കലകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. നമ്മെ ബന്ധിപ്പിക്കുന്നതും ഒന്നിച്ചു നിർത്തുന്നതും ഇന്ത്യയുടെ ഭരണഘടനയാണ്. 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ രാജ്യം സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കേണ്ടത്, അത് ഉറപ്പാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഉറപ്പാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കണം എന്ന ഏറ്റവും അനിവാര്യമായ ബോധ്യം എന്നിലുണ്ട്. ഞാൻ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പാക്കും. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ടവരെ, നാം 78 വർഷം, സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഓർക്കുക, നമ്മെ വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല വിധ്വംസക ശക്തികളും പ്രവർത്തിക്കുന്നു. രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധം തീർക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സാംസ്കാരിക പരിപാടി, ദേശഭക്തി ഗാനം, സൂംബ ഡാൻസ്, വഞ്ചിപ്പാട്ട്, നാഷണൽ ഇന്റഗ്രേഷൻ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രൂപ്പുകൾക്കുള്ള ട്രോഫികളുടെ വിതരണവും സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. സ്കൂൾ പദ്ധതിയുടെ മാസ്റ്റർ അർജുൻ M നയിക്കുന്ന SVC HSS വിഭാഗമാണ് ഇപ്പോൾ മുഖ്യാതിഥി.
MPHS പദ്ധതിയുടെ കുമാരി കൃഷ്ണൻ നയിക്കുന്ന SPC അർപ്പിച്ച് കടന്നു പോകുന്നത്. റോസ് നൈൽ HS ചന്ദ്രപ്പള്ളിയുടെ മാസ്റ്റർ റിതു രതീഷ് നയിക്കുന്ന സ്കൗട്ട്സ് വിഭാഗമാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. നേതാജി S പ്രമാണത്തിന്റെ കുമാരി ആവണി നയിക്കുന്ന ഗേറ്റ്സ് വിഭാഗമാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബാൻഡ് വിഭാഗമാണ്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് റോഡിൽ രൂപപ്പെട്ട ഗർത്തം അടയ്ക്കുന്നതിനുള്ള ശ്രമം കൂടുതൽ സങ്കീർണമാകുന്നു. നഗരത്തെ സ്തംഭിപ്പിച്ച MC റോഡിലെ ഗർത്തമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. കച്ചേരിത്താഴം പുതിയ പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തം അടയ്ക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ വലുതാകുന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. റോഡിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ താൽക്കാലികമായി മെറ്റൽ ഷീറ്റ് പൈലിംഗ് നടത്തിയിരുന്നു. എന്നാൽ റോഡ് കൂടുതൽ ഇടിയുന്നത് തടയുന്നതിനും മണ്ണിടിച്ചിൽ തടയുന്നതിനും മെറ്റൽ ഷീറ്റ് പൈലിംഗ് ശാശ്വത പരിഹാരമാകില്ല. ഗർത്തം രൂപപ്പെട്ടത് MC റോഡിന് ഭീഷണിയായതോടെ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 2 അംഗ സംഘം സ്ഥലം സന്ദർശിച്ച് അവലോകനം നടത്തി. റോഡ് കൂടുതൽ ഇടിയുന്നത് MC റോഡിലൂടെയുള്ള ഗതാഗതത്തെ ബാധിക്കുമെന്നും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് ഉന്നത സംഘം വീണ്ടുമെത്തി പരിശോധന നടത്തേണ്ടതുണ്ടെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കച്ചേരിത്താഴത്ത് ഏറ്റെടുത്തിരിക്കുന്ന മുഴുവൻ സ്ഥലവും ഉപയോഗപ്പെടുത്തി റോഡ് നവീകരണവും ഓട നിർമ്മാണവും നടത്തണമെന്നും മുൻ MLA ബാബു പോൾ പറഞ്ഞു. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തിയ ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ റാണി, അസിസ്റ്റന്റ് ഡയറക്ടർ അരവിന്ദ് എന്നിവർക്കൊപ്പം മുൻ MLA എൽദോ എബ്രഹാം, നഗരസഭാ ചെയർമാൻ PP എൽദോസ്, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ PM ഇസ്മയിൽ, UR ബാബു എന്നിവരും ഉണ്ടായിരുന്നു. നമ്മുടെ കച്ചേരിത്താഴത്ത് ഫോം ചെയ്ത ഈ ഗർത്തത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി KHRIയിൽ നിന്നും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2 ഉദ്യോഗസ്ഥർ 2 പേരാണ് ഇന്നിവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുള്ളത്. പ്രാഥമിക പരിശോധനയിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത് ആഴത്തിൽ എക്സ്കവേറ്റ് ചെയ്ത് ഈ 2 സൈഡിലെയും ഓട ഒന്നിച്ചു വന്ന് ചേർന്ന് ഒന്നായി പുഴയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു റൂട്ടിലോ അല്ലെങ്കിൽ ആ ഒരു പോർഷനിലോ ഉണ്ടായിട്ടുള്ള ഡാമേജ് ആണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഒന്നുകൂടി ഒരു ഉന്നതതല പഠനവും അന്വേഷണവും വേണ്ടിവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് അവരിന്ന് സമർപ്പിക്കും. വലിയ ഗർത്തം ഇതിനു മുമ്പ് ഉണ്ടായതിനേക്കാൾ വളരെ ഗൗരവതരമായി കാണേണ്ടുന്ന ഒന്നാണ്. അന്ന് തന്നെ ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷേ അന്ന് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വീണ്ടും അതേ ഭാഗത്ത് തന്നെ തൊട്ടടുത്ത് വീണ്ടും വലിയ ഗർത്തം ഉണ്ടാവുകയും റോഡാകെ തകരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരം തന്നെയാണ് കേരള റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടാകുന്നില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെമ്പററി റെസൊല്യൂഷനല്ല നമുക്ക് ആവശ്യമായ ടെമ്പററി ആയിട്ടുള്ള ഒരു പരിഹാരമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പെർമനൻ്റായി തന്നെ റെമഡി കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം. ഡീറ്റെയിൽഡായ റിപ്പോർട്ട് കൊടുത്ത് വീണ്ടും ഉന്നതമായ പരിശോധന കൂടി ആവശ്യമായി തീരുന്നുണ്ട്. ഇന്നലെ ഇവിടെ പണി ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷണ വിതരണം നടത്തുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഫുഡ് സേഫ്റ്റി ട്രെയിനിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ അഥവാ ഫോസ്റ്റാഗ് നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഭക്ഷണ വിതരണം നടത്തുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ട്രെയിനിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ അഥവാ ഫോസ്റ്റാഗ് നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഭക്ഷണം പാക്ക് ചെയ്യുന്നത് മുതൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വരെ ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ചെയ്യുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് പുതിയ സംവിധാനം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കുറുമ്പനാടം കീർത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി ഏലിയാസ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന്
നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, അതാണ് നമ്മുടെ കേപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി നമ്മുടെ അസോസിയേഷൻ എടുക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുക, അത് നല്ല ആരോഗ്യങ്ങൾ ഉണ്ടാക്കുക. ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഒരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അവർക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണം നൽകാൻ, ശുദ്ധമായ ഭക്ഷണം നൽകാൻ, കലർപ്പില്ലാത്ത ഭക്ഷണം നൽകാൻ നമുക്ക് കഴിയണം. അതിന് വലിയ ഉത്തരവാദിത്വമുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേറ്ററിംഗുകാർക്കാണ്. നമ്മൾ 1000, 1500, 2000 ആളുകൾക്ക് ഒന്നിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തെ പരിപാലിക്കാൻ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മേഖലാ പ്രസിഡന്റ് ആന്റണി കുന്നുംപുറം അധ്യക്ഷനായിരുന്നു. നമ്മളോർക്കും നമ്മളെല്ലാവരും വലിയ അറിവുള്ളവരാണ്. ഒന്നുമല്ല, ധാരാളം അറിവുകൾ നമുക്ക് ഇനി ലഭിക്കുവാനുണ്ട്. അത് ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഈ മേഖല നേരിടുന്ന ധാരാളം ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തന്നെ നമുക്കറിയാം, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ, ഒരു അടിസ്ഥാന മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഞാൻ താലൂക്ക് വികസന സമിതി യോഗത്തിലും ജില്ലാ വികസന സമിതി യോഗത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് സർക്കാരിനോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കോ ഇടപെടാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചങ്ങനാശ്ശേരി താലൂക്ക് മുഴുവൻ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറെ എത്ര പരിശോധന നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അനധികൃതമായി നടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ലൈസൻസോടുകൂടി തന്നെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനും ആ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ സ്നേഹ എസ് നായർ, ബിജു തോമസ്, സജയ് ജോസഫ്, രാജു നിത്യ, റജി കുട്ടമ്പേരൂർ, ജെയ്സൺ ചെറിയാൻ, മോൻ പി എബ്രഹാം, ഡിറ്റോ തോമസ്, സജീവ് വി എസ്, സന്തോഷ് ഐശ്വര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭക്ഷ്യസുരക്ഷയിലൂടെ നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ PO ജോയി ക്ലാസ് നയിച്ചു. മിക്കവാറും 95% കാറ്ററിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പുന്നത് സന്തോഷകരമായ വേളകളിലാണ്. ശരിയാണോ? അതിനൊരു ദുഃഖത്തിന്റെ തലത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. ശരിയാണോ? ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഒന്ന് രജിസ്ട്രേഷൻ. സ്കൂളിന് മുന്നിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നിവേദനം നൽകി. എന്തൊരു കഷ്ടപ്പാടാ സ്കൂളിലെത്താൻ, മൊത്തം കുണ്ടും കുഴിയാ. ശരിയാ. ഇതാണ് മുതലക്കോടം പെരുമ്പള്ളിച്ചിറ റോഡിന്റെ അവസ്ഥ. കാൽനട യാത്ര പോലും ദുസ്സഹം. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കുഴികൾ ചാടി വേണം ക്ലാസ്സിലെത്താൻ. ഇതിനിടെ വാഹനങ്ങളിൽ നിന്ന് തെറിക്കുന്ന ചെളിവെള്ളം മിക്കവരുടെയും യൂണിഫോമിലുമാകുന്നു. 3 വർഷമായി ഇതാണ് അവസ്ഥ. അങ്ങനെയിരിക്കെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകാർക്ക് കോടതി നടപടികൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി മുട്ടം കോടതി സന്ദർശിക്കാൻ അവസരം കിട്ടിയത്. പ്രിൻസിപ്പൽ ജഡ്ജിയെയും ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റിനെയും ഒക്കെ കണ്ടു. ഒപ്പം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി NNCGയെയും കണ്ടു. തങ്ങളുടെ സ്കൂളിന് മുന്നിലൂടെയുള്ള റോഡ് നന്നാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുള്ള നിവേദനവും കൈമാറി. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിയോ ചെറിയാൻ, ഷിജി ജോസഫ്, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ഷംസ് MS, റസീന KA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ കോടതി സന്ദർശിച്ചതും നിവേദനം കൈമാറിയതും. നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന വഴിയാണ്. കാലാകാലങ്ങളായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ഇത്ര മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ പറയാറുമുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്കൂളിലെ SPC കുട്ടികൾ നടത്തുന്ന പ്രയത്നങ്ങൾ അഭിനന്ദനാർഹമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുട്ടം ജില്ലാ കോടതി സന്ദർശിച്ച നമ്മുടെ സീനിയർ SPC കേഡറ്റുകളെ അവിടുത്തെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും മറ്റ് ജഡ്ജിമാരൊക്കെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും കോടതിയുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും അധികാരങ്ങളുമെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ കുട്ടികൾ അവർ കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, അവർ ദിവസേന സ്കൂളിലേക്ക് എത്തുന്ന സ്കൂളിൻ്റെ സമീപത്തുള്ള വഴിയെ പറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മീനച്ചിൽ താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രതിഭാസംഗമം NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു.
SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിലെ ബാലസമാജം അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. മീനച്ചി താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ച പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിന്റെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ S. സുജാത നിർവഹിച്ചു. SSLCക്കും +2നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയും, ഡിഗ്രി കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും, A ഗ്രേഡ് നേടിയവരെയും, PG കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും, വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ലഭിച്ചവരെയും യോഗത്തിൽ അനുമോദിച്ചു. കൂടാതെ അനുമോദനം ഏറ്റുവാങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകളും വിതരണം ചെയ്തു. യുവസാഹിത്യകാരി അനഘ ജെ കോലോത്തിനെയും കുറിച്ചിത്താനം സ്വദേശി ഡ്രോൺ പരിശീലകനായ അശ്വിൻ ബി നായരെയും ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ, യൂണിയൻ സെക്രട്ടറി MS രതീഷ് കുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം N. ഗോപകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഘടനാപരമായ നാഴികക്കല്ലുകൾക്കിടയിലായിരുന്നു ജനനം എന്നതിനാൽ മതപരമായ ജനതയും ജാതി പിരിമുറുക്കങ്ങളും അദ്ദേഹം നേരിട്ട് അറിയുന്നതിനും അതിനുള്ള സമവായവും പ്രത്യാശയും കണ്ടെത്തേണ്ടത് തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബ മൂല്യങ്ങളും ബാല്യകാല അനുഭവങ്ങളും പരമ്പരാഗത ഹിന്ദു ധർമ്മത്തിൻ്റെ ബോധ്യത്തിനകത്താണ് രൂപപ്പെട്ടത്. ജീവിതത്തിൽ വ്യാപൃതമായ ആത്മചോദനയും സാമൂഹ്യ സേവന സന്നദ്ധതയും വ്യക്തിത്വം പ്രതിഫലിക്കുന്ന ആന്തരിക വിശകലന ശേഷിയുമെല്ലാം അദ്ദേഹത്തെ മറ്റൊരു യാത്രയിലേക്കാണ് എത്തിച്ചത്. ദൃശ്യ ന്യൂസ്, പാല. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കങ്ങഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്ത്രീകളുടെ കണ്ണീരിന് തെരഞ്ഞെടുപ്പുകളിലൂടെ മറുപടി നൽകണമെന്ന് സ്വീകരണത്തിന് മറുപടിയായി ജെബി മേത്തർ പറഞ്ഞു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല ഇനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കങ്ങഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. പത്തനാട് ദേവീക്ഷേത്രത്തിന് സമീപത്തു നിന്നും യാത്രയെ ജംഗ്ഷനിലേക്ക് വരവേറ്റു. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയ ജെബി മേത്രയും സംഘത്തെയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ദേശസ്നേഹവും മാനവികതയും സംവേദിപ്പിച്ച തിരുവാതിരകളിയിലൂടെ സ്വീകരിച്ചു. പരസ്പര സ്നേഹത്തിൽ കൂടി അവനിൽ അന്യോന്യം കൊല്ലാതെ കൊല ചെയ്യാതെ ഭിന്നതയെല്ലാം മറക്കുവാനും തമ്മിലൊന്നായി ജീവിതം നീക്കുവാനും മാനവ സോദരന്മാരെ നാം പിടിവേടിടാൻ ആനന്ദിച്ചിടാൻ ജഡഭയബോധം വെടിഞ്ഞും ജനകീയ പിന്തുണ നേടി അവനിൽ ആണവയുദ്ധക്കെടുതിയിൽ നിന്നുമി മാനവ ജീവിതം മോചിപ്പിക്കാൻ എന്നും ഈ ലോകം ശാന്തിയിൽ വർത്തിക്കുവാൻ ലോക ജനതയുണർന്നിടവേ ലോക ദുരിതങ്ങൾ നീങ്ങിടവേ. സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി PA സലീം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബാമോൾ MA അധ്യക്ഷയായിരുന്നു. സ്ത്രീകൾക്ക് യാതൊരുവിധ സുരക്ഷയുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതായി സ്വീകരണത്തിന് മറുപടിയായി ജെബി മേത്തർ പറഞ്ഞു. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി
ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്, നരേന്ദ്രമോദിക്കെതിരെയാണ്. വിരൽ ചൂണ്ടുന്നത് നമ്മൾ മാത്രമല്ല, സമസ്ത ജനവിഭാഗങ്ങളും ഇന്ന് കേരളത്തിൽ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. സമസ്ത മേഖലയും, ആരോഗ്യ മേഖലയുടെ തകർച്ച ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നിത്യ സംഭവങ്ങളാവുമ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 86% കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് സൂചിപ്പിക്കുമ്പോൾ, ഇവിടെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ആദിയും വ്യാധിയും അനുഭവിക്കുന്നത് കേരളത്തിലെ അമ്മമാരാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ, കോൺഗ്രസ് കറുകച്ചാൽ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് തോമസ്, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് CV തോമസ് കുട്ടി, DCC ജനറൽ സെക്രട്ടറി സുഷമ ശിവദാസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീകല ഹരി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെറിൻ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് അഗടിയൽ, ചന്ദ്രകല മോഹൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിജയ ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ചിഞ്ചു എന്നിവർ പ്രസംഗിച്ചു. ഷിബുകുമാർ, ജോയി സാം, ഓമനക്കുട്ടൻ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ മിനി വർഗീസ്, ലൈല നസീർ, മേരിക്കുട്ടി, ലീലാമ തോമസ്, എൽസമ്മ ജോൺ എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഉപയോഗിക്കുകയോ ചങ്ങനാശ്ശേരി. അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതിയുടെ ക്യാമ്പ് ഉദ്ഘാടനം നടന്നു. ഏറ്റുമാനൂരിൽ നടന്ന ക്യാമ്പ് ജില്ലാ ജഡ്ജി പ്രസൂൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നതിന് നിയമ സംവിധാനങ്ങൾ പ്രാപ്തമാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങളുടെ വികേന്ദ്രീകരണം ആവശ്യമാണെന്നും കൂടുതൽ കോടതികൾ പ്രവർത്തിക്കുന്നത് വേഗത്തിൽ നീതി ലഭ്യമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അഭിഭാഷക സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും ജില്ലാ ജഡ്ജി അഭിപ്രായപ്പെട്ടു. സമത്വം, നീതി എന്നിവ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചേരുക എന്നുള്ളത് പൂർണ്ണമായും നടപ്പാക്കണമെങ്കിൽ ഒരു വികേന്ദ്രീകരണം ആവശ്യമാണ്. അതനുസരിച്ച് ഒരു ജില്ലയിൽ തന്നെ പല ഭാഗത്ത് ഒരേ കോടതികൾ ഫംഗ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് നീതി ലഭിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം MA സീറ്റുകളും ഫാമിലി കോടതികളും തുടക്കത്തിൽ ജില്ലയിൽ ഓരോന്നേ ഉള്ളായിരുന്നു. അതിപ്പോൾ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കേസുകൾ വരുമ്പോൾ ആ കേസുകൾ തീർപ്പാക്കണം, അത് വേഗത്തിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു മോട്ടോ. പക്ഷേ അത് സാധിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിന് സ്റ്റേറ്റിൻ്റെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജഡ്ജ് ലിറ്റിഗേഷൻ റേഷ്യോ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അതനുസരിച്ച് അതിവേഗം നീതി സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കുടുംബക്കോടതി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ അധ്യക്ഷത വഹിച്ചു. കുടുംബക്കോടതി ജില്ലാ ജഡ്ജി KM വാണി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് A നിസാം, മുൻസിഫ് അന്യു മേരി ജോസ്, നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ്, നഗരസഭാ കൗൺസിലർ രശ്മി ഷാ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KR മനോജ് കുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ മാസത്തിലും രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് NACT ക്യാമ്പ് ഏറ്റുമാനൂരിൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം കണ്ടറിയണമെങ്കിൽ കൂത്താട്ടുകുളം സ്വദേശി ഡയസിന്റെ വീട്ടിലെത്തിയാൽ മതി. കിഴക്കൊമ്പ് പാറയിൽ പീടികയിൽ ഡയസ് P വർഗീസിന്റെ തോട്ടത്തിൽ 100 കണക്കിന് ഫലവർഗ്ഗങ്ങളുടെ നടുവിലാണ് ഡയസും കുടുംബവും താമസിക്കുന്നത്. ോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ
60ഓളം ഇനം ജബോട്ടിക്കാബ, 60ഓളം ഇനം വാഴപ്പഴങ്ങൾ, 50ഓളം ഇനം പേര, 300-ൽ പരം വിദേശ ഫലസസ്യങ്ങൾ എന്നിവ ഡയസിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ വിരളമായി കായ്ക്കുന്ന ആഫ്രിക്കൻ ഉദാരവരയുണ്ട്. 9 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായാണ് തൻ്റെ 75 സെൻറ്റ് സ്ഥലത്തിൽ വിവിധ പഴവർഗ്ഗ സസ്യങ്ങൾ നട്ടുവളർത്തിയത്. വിവിധ രാജ്യങ്ങളിലെ വിവിധ ഇനം പൈനാപ്പിളുകൾ കേരളത്തിൽ ഇവിടെ മാത്രമാണുള്ളതെന്നും ഡയസ് പറയുന്നു. ലോകത്തിലെ തന്നെ ഒരു ഏകദേശം സ്വദേശിയും വിദേശിയും വൈൽഡ് വെറൈറ്റി ആയിട്ടുള്ള 125ഓളം പൈനാപ്പിളുകളാണ് ഞാനിവിടെ കൃഷി ചെയ്തേക്കുന്നത്. അതിൽ വ്യത്യസ്തമായ ഒത്തിരി ഇനങ്ങളുണ്ട്. ഇത് അനോന മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു പൈനാപ്പിളാണ്. ഇത് നമ്മുടെ നാട്ടിലെ വാഴക്കുളം പൈനാപ്പിളിനെ കഴിഞ്ഞും വ്യത്യസ്തമായിട്ട് ഇത് കണ്ടോ, ഇല പൈനാപ്പിളിൻ്റെ ലീഫ് വാടി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ വളരുന്നതനുസരിച്ച് ഇവിടെ കട്ട വെച്ച് പൊക്കി കൊടുക്കണം. ഇതിങ്ങനെ മണ്ണിൽ മുട്ടി നിൽക്കാൻ പാടില്ല. ഇത് നല്ല ഉയരത്തിൽ പോയിട്ട് ഏകദേശം ഒരു 4 കിലോ അടുത്ത് തൂക്കം വരുന്ന ഒരു ചക്ക ഇതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇതിൽ വരുന്ന മാംഗോ പൈനാപ്പിളാണ്. ഇത് മാംഗോയുടെ മാമ്പഴത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ മാങ്ങയുടെ മണവും വരുന്ന ഒരു പൈനാപ്പിളാണ് ഇത്, മാംഗോ പൈനാപ്പിൾ. പിന്നെ ഇത് തന്നെ ഇന്തോനേഷ്യയുടെ തന്നെ സുമോ പൈനാപ്പിൾ എന്ന് പറയും. ഇത് സുമോ ഗുസ്തിക്കാരുടെ അതേ ഷേപ്പിലാണ് ഈ പൈനാപ്പിൾ വരുന്നത്. അങ്ങനെ തന്നെ ഇന്തോനേഷ്യയുടെ തായ്ലൻഡിൻ്റെ തന്നെ ഒരു 25ഓളം വെറൈറ്റി പൈനാപ്പിളുണ്ട്. പിന്നെ കെനിയ, കോസ്റ്റാറിക്ക, ഫിലിപ്പീൻസ്, ഹവായി, അങ്ങനെ ഏകദേശം വിദേശ രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തായ്ലൻഡിൻ്റെ ഒരു 25ഓളം വെറൈറ്റികളുണ്ട്. തായ്ലൻഡ് ക്രൗണുണ്ട്. പിന്നെ അതായത് ഫിലിപ്പീൻസ് ജെയ്ഡ്, പിന്നെ ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ എന്ന് പറയും. ഇത് റെഡ് വെരിഗേറ്റഡ് പൈനാപ്പിളാണ്. ഇത് വെരിഗേറ്റഡ് ക്രൗണാണ്. ഇതിൻ്റെ പൈനാപ്പിളും ഏകദേശം ഒരു 2-2.5 കിലോ അടുത്ത് തൂക്കം വരുന്നതാണ്. പിന്നെ ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറയും. ഇതിൻ്റെ ലീഫ് 2.5-3 മീറ്റർ വരെ ഇതിൻ്റെ ലീഫിന് നീളം വരും. ഇതൊരു കൊലയ്ക്കകത്ത് മുന്തിരി പോലെയാണ് ഇതിൻ്റെ അകത്ത് പൈനാപ്പിൾ ഉണ്ടായി വരുന്നത്. ഇത് കെനിയൻ റെഡാണ്. കെനിയയുടെ പൈനാപ്പിളാണ്. ഇതൊരു വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇത് 2ാമത്തെയാണിത്. പിന്നെ അടുത്തത് വരുന്നത് കൂന്താണി പൈനാപ്പിൾ എന്ന് പറയും. കൂന്താണി പൈനാപ്പിൾ അഥവാ മക്കളെ പോറ്റി. ഇത് ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. ഇത് വിതുരയിൽ നെടുമങ്ങാട് കോട്ടൂർ വനത്തിൽ ആദിവാസികൾ സംരക്ഷിച്ച് പോകുന്ന ഒരു പൈനാപ്പിളാണ്. ഇത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് സംരക്ഷിച്ച് പോകുന്നതിന് അവർക്ക് പ്രശംസ പത്രവും മെഡലും ഒക്കെ കിട്ടിയതാണ്. മക്കളെ പോറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ അതിൽ അടുത്ത മനോഹരമായിട്ടൊരു പൈനാപ്പിളാണ് വെരിഗേറ്റഡ് റെഡ്. ഇതിൻ്റെ പുറം നല്ല റെഡ് കളറാണ് വരുന്നത്. പക്ഷേ ചക്ക ഒരു 1/2 കിലോ അടുത്ത് തൂക്കമാണ് ഇതിന് വരുന്നുള്ളൂ. ഇത് ബ്രസീലിൻ്റെ ഒരു പൈനാപ്പിളാണ്, പെറോള എന്ന് പറയും. ഇപ്പോൾ ലോകത്തെ ഈ 125 പൈനാപ്പിളിലെ ടോപ്പ് 10-ൽ വരുന്ന ഒരു പൈനാപ്പിളാണ് ബ്രസീലിൻ്റെ പെറോള. ഇത് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇതിൻ്റെ പുറം നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് റെഡുണ്ട്, ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഉണ്ട് റെഡ്. ഇത് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ജയൻറ്റ് ടൈഗർ റെഡുണ്ട്. ഇതിൽ തന്നെ ഒരു 8ഓളം വെറൈറ്റി വരുന്നുണ്ട്. മഹോട്ട എന്ന് പറഞ്ഞൊരു പൈനാപ്പിൾ. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ 2ാമത് വീണ്ടും റീപ്ലാന്റ് ചെയ്തേക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആസാമിൻ്റെ മേഘാലയ മീട്ട, ആസാം മോൾവം, അതുപോലെ നിഹാൽ വൈറ്റ്, തമിഴ്നാടിൻ്റെ തന്നെ കൊള്ളിമല റെഡ്, കർണാടകയുടെ വാഷിങ്ടൺ, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ആ ഇനത്തിൽ തന്നെ ഒരു 20ഓളം വെറൈറ്റി ഉണ്ട്. ഇത് സീലാഷ്. ഇത് മലേഷ്യയുടെ പൈനാപ്പിളാണ്. ഇത് 3 കിലോ തൂക്കം വരും. നല്ല ഇരുത്തം വന്ന ചക്കയായിരിക്കും. ക്രൗൺ നല്ല അതീവ സൗന്ദര്യമായ ഒരു പൈനാപ്പിളാണ് സീലാഷ്. ഇത് മലേഷ്യയുടെ വെറൈറ്റിയാണ്. ശ്രീരാച്ച വെറൈറ്റിയിൽ ശ്രീരാച്ച മഹാരാജാവിൻ്റെ പേരിലുള്ള പൈനാപ്പിളാണ്. അതിൻ്റെ ഒരു 10ഓളം വെറൈറ്റി കളക്ഷനിലുണ്ട്. ശ്രീരാച്ച വിഭാഗത്തിൽപ്പെടുന്ന ഒന്ന് ഇത്. അതെല്ലാം ഒട്ടുമിക്ക പൈനാപ്പിളുകളും നല്ല മനോഹരമായ പൈനാപ്പിളുകളാണ്. ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്, ശ്രീരാച്ചപ്പെടുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ശ്രീലങ്കയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. ഇത് ഈ പൈനാപ്പിളിൻ്റെ കളക്ഷനിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാരണം നമുക്കിവിടെ വാഴക്കുളം പൈനാപ്പിളിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സക്കറിന് 7 to 12 രൂപ വരെ വില വരും. ഒരു പൈനാപ്പിളിൻ്റെ സക്കർ 10,000 രൂപയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. 10,000 രൂപയാണ് പൈനാപ്പിളിൻ്റെ വില. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന പോലെ ചക്ക വലുപ്പമായിട്ട് കിട്ടിയില്ല. 200 ഗ്രാം മാത്രമേ ഇതിൻ്റെ ചക്കയ്ക്ക് വലുപ്പം വരുന്നുള്ളൂ. ഇത് ലാവാ ബ്രസ്റ്റ് അഥവാ റെയിൻബോ പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പൈനാപ്പിളാണ്. ഇത് ഹാൻഡ്ബുൾ പൈനാപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത ചക്ക നമ്മൾ ചെത്തണ്ട,
ചക്കച്ചുള ഇരിഞ്ഞെടുക്കുന്ന പോലെ ചുള നമുക്ക് എടുക്കാം. അതുപോലെ 3 ഈ ഹാൻഡ്ബുൾ വെറൈറ്റിയിൽ 3 പൈനാപ്പിൾ വരുന്നുണ്ട്. ഇതിൽ അബിൻ എന്ന് പറഞ്ഞൊരു ഇനമാണ്. ഇത് ചക്ക 2.5 കിലോ തൂക്കം വരും. അതിൻ്റെ തന്നെ ഗോമോഡിമേൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ടേസ്റ്റ് തന്നെ ഉള്ള ഒരെണ്ണമാണ്. പക്ഷേ അത് ചക്കയ്ക്ക് 1.5 കിലോ തൂക്കമുള്ളൂ. അബിൻ വെറൈറ്റി പെട്ടത് തന്നെയാണെങ്കിലും അതിൻ്റെ ചക്കയ്ക്ക് തൂക്കക്കുറവാണ്. ഇതാണ് ഹാൻഡ്ബുൾ പൈനാപ്പിൾ എന്ന് ലോകത്ത് അറിയപ്പെടുന്ന പൈനാപ്പിൾ ഹാൻഡ്ബുൾ. ഇത് വെരിഗേറ്റഡ് ടൈഗർ റെഡ് എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇതിൻ്റെ ഈ ചക്കയുടെ പുറമെ ഈ റെഡ് കളറായിരിക്കും. ഇത് വളരെ റെയറായിട്ടുള്ളൊരു പൈനാപ്പിളാണ്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിലാണിത് എത്തിപ്പെട്ടത്. ടൈഗർ റെഡിൻ്റെ വെരിഗേറ്റഡ്. ലോകത്തിലെ 4 അപൂർവീനം പഴങ്ങളിലൊന്നായ ഇന്തോനേഷ്യൻ കെസുസുവും ഡൈസിൻ്റെ ജേക്കബ്സ് ഓർച്ചാർഡ്സ് ഫാമിലുണ്ട്. ഭാര്യ ഷീബയും മകൻ ജേക്കബും പൂർണ്ണ പിന്തുണയുമായി ഡൈസിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ 125 പൈനാപ്പിൾ എൻ്റെ കളക്ഷനിലുള്ളതിന് പുറമെ തന്നെ ഏകദേശം 60 രാജ്യങ്ങളുടെ 60 സ്വദേശിയും വിദേശിയുമായ വാഴകളുണ്ട്. അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം കൂടിയ 2 വാഴ ഇനങ്ങൾ കാലികുമാർ, ബായിശി, 70 കിലോ തൂക്കം എടുത്ത് വരും. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ വാഴ, ലോകത്തെ 2ാമത്തെ വലിയ വാഴ, ലോകത്തെ ഏറ്റവും വലിയ വാഴ, ഇതൊക്കെ നമ്മളുടെ കളക്ഷനിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 120ഓളം മരമുന്തിരി അഥവാ ജബോട്ടിക്കാവ 120 ഇനം ബ്രസീലിലുണ്ട്. അതിൽ 60ഓളം വെറൈറ്റി മരമുന്തിരി കളക്ഷനിലുണ്ട്. ലോകത്ത് തന്നെ 50ഓളം വെറൈറ്റി പേര. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായിട്ട് കളക്ട് ചെയ്തതാണ്. അതിൽ കുറച്ച് വാഴകൾ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഈ നിൽക്കുന്ന ഇത് വിദേശി തന്നെയാണ്. കുള്ളൻ കർപ്പൂരവല്ലി എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. നമ്മുടെ ഹൈറ്റിൽ തന്നെ ഇത് കൊലയ്ക്കും. ഏകദേശം 11 മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൊല വെട്ടാം. നല്ല അതീവ രുചികരമായ ഒരു വാഴയാണിത്, കുള്ളൻ കർപ്പൂരവല്ലി. ഇത് ഇന്തോനേഷ്യയുടെ ഫിയ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വാഴയാണ്. ഇത് ആദ്യമായിട്ട് കുലച്ചതാണ്. 3 പെടലേ ഉണ്ടാവുള്ളൂ ഇതിന്. 3 പടലയിൽ നമുക്ക് ഒരു കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളം കൈക്കകത്തിരിക്കും. ഇതിൻ്റെ തന്നെ ആകാശത്തേക്ക് തന്നെ കുലച്ച് നിൽക്കുന്ന, സാധാരണ നമ്മുടെ വാഴ കുലയ്ക്കുന്നതിന് വിപരീതമായിട്ടാണ് അതിൻ്റെ ഒരു ഓറഞ്ച് തന്നെ കളറുള്ള ഇന്തോനേഷ്യയുടെ ഒരു വാഴയുണ്ട് നമ്മൾ കളക്ഷൻ്റെ അകത്ത്. ഇന്ത്യയിലെ തന്നെ തൂക്കം കൂടിയ 2 വാഴകളിൽ ഒന്നിതാണ്. ഇത് ബായിശിയാണ്. ഇത് നമുക്കൊരു 60 കിലോ അടുത്ത് തൂക്കം വരും. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് കാലികുമാർ. അത് കുലച്ചിട്ടില്ല. അത് 70 കിലോ തൂക്കം വരും. അപ്പോൾ ഇന്ത്യയിലെ തന്നെ തൂക്കം കൂടിയ 2 വാഴ 3-4 ഇനങ്ങളുണ്ട്. അതിൻ്റെ 2 ഇനം നമ്മുടെ കളക്ഷനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ജാവ, ഐസ്ക്രീം ബനാന എന്നറിയപ്പെടുന്ന ബ്ലൂ ജാവ, ആന്ധ്രാപ്രദേശിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള വാഴ. പിന്നെ അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ കൊല്ലി ഹിൽസിൽ കൃഷി ചെയ്യുന്ന വൈൽഡ് വെറൈറ്റിയാണ് നമരൻ എന്ന് പറഞ്ഞൊരു ഇനം വാഴയുണ്ട്. അതുപോലെ തന്നെ നെടുമങ്ങാട് കോട്ടൂർ വനത്തിൽ കൃഷി ചെയ്യുന്ന ഒറ്റമുങ്കിലി എന്ന് പറയുന്ന വാഴ. ഇതൊക്കെ നമുക്കിവിടെ കുലച്ചതാണ്. ഇപ്പോൾ അതൊക്കെ ഈ നമ്മളുടെ കളക്ഷനിൽ വരുന്നതാണ്. ഇത് കൃഷ്ണവാഴ എന്നറിയപ്പെടും. ഇതിൻ്റെ വാഴയ്ക്ക് കൃഷ്ണൻ്റെ നിറമുള്ളത് കൊണ്ടാണ് ഇത് കൃഷ്ണവാഴ എന്നറിയപ്പെടുന്നത്. നല്ല രുചികരമായ ഒരു പഴമാണ് ഇതിൻ്റെ. ഇത് നമുക്ക് തോട്ടത്തിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു വാഴയാണ് കൃഷ്ണവാഴ. പിന്നെ അടുത്തത് അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായൊരു വാഴയാണ്. ഇതാണ് സ്നോ ബനാന. ഇതിന് കുഞ്ഞുണ്ടാവില്ല. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ കന്നുകൾ പൊട്ടി വരില്ല. അതിന് പകരം ഇതിൻ്റെ വിത്തിൽ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത്. ഇത് സ്നോ ബനാന എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഏകദേശം ഒരു 200ഓളം കായ്കൾ ഇതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് സ്നോ ബനാന എന്നറിയപ്പെടുന്ന വാഴയാണിത്. ഇത് ലോകത്തെ അപൂർവമായൊരു വാഴയാണ്. നോനോ ബനാന എന്ന് പറയും. ഇത് നമുക്ക് ചട്ടിക്കകത്ത് വളർത്താം. ഈ ഹൈറ്റിൽ തന്നെ ഏകദേശം ഒരു 3 അടിയെ കൂടുതൽ ഇത് വളർന്നു വരികയില്ല. പക്ഷേ ഇതിൻ്റെ കൊലയെപ്പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല, വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത് ആയതുകൊണ്ട്. നോനോ ബനാന എന്നറിയപ്പെടുന്ന അത്ര സുന്ദരമായൊരു വാഴയാണിത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളൊരു ഇതുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ഇവിടെ എത്തിച്ചത്. വാട്ടർ ബനാന. അത് ഇതിൻ്റെ പുറമേ തന്നെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് വാട്ടർ ബനാന. ഒരു വെള്ളത്തിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ വാട്ടർ ബനാന എന്ന് പറയുമ്പോൾ വാഴയായിട്ടൊരു സാദൃശ്യമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചേമ്പിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഹോണ്ടുറാസ്, അതുപോലെ ഹവായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൂടെയൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊലയെപ്പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. വാട്ടർ ബനാന. ഇത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, തടയൊക്കെ നല്ല വാഴയുടെ തട പോലെ തന്നെയാണ്. ഇത് കല്ലുവാഴയാണ്.
നാല് വർഷം കൂടുമ്പോഴാണ് ഇത് കൊലയ്ക്കുള്ളൂ. ഇതിനും നമ്മൾ താഴെ സ്നോ ബനാനയുടെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കന്നുണ്ടാവില്ല. ഇതിൻ്റെ തന്നെ വിത്തിട്ട് കിളിപ്പിച്ചിട്ടാണ് തൈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കായലിൻ്റെ പഴത്തിൻ്റെ അകത്ത് ഏകദേശം കായാണ് പഴുപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കായുടെ ഇത് ഉണക്കി പൊടിച്ച് അതിൻ്റെ ഇത് കിഡ്നി സ്റ്റോണിന് നല്ലൊരു മരുന്നാണ് ഈ കല്ലുവാഴയുടെ സീഡ്. ഇത് ലോകത്തെ ഏറ്റവും ചെറിയ വാഴയാണ്, തായ് മൂസ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് കൊലക്കാറായിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോ കൊലയ്ക്ക് തൂക്കമുണ്ട്. നമ്മുടെ സാധാരണ വാഴക്കൊല പോലെ തന്നെ കൊലച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ കൊലയ്ക്കൊരു 4 കിലോ തൂക്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ ഫ്ലാറ്റിലുള്ളവർക്കും കൊല വെട്ടാം. ഇതിൻ്റെ അകത്തുനിന്ന് ആണ് തായ് മൂസ. ലോകത്തെ ഏറ്റവും ചെറിയ വാഴയാണ്. ഏകദേശം ഒരു 6 രാജ്യങ്ങളുടെ പപ്പായ തന്നെ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഇന്തോനേഷ്യൻ ഗോൾഡൻ പപ്പായാണ് അതിലുള്ളത്. പിന്നെ ഇന്തോനേഷ്യൻ ലോങ് ഉണ്ട്, പിന്നെ പോളണ്ട് പപ്പായ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയൊരു വെറൈറ്റി ഞാൻ കളക്ട് ചെയ്തേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പപ്പായാണ്. ആമസോൺ പപ്പായ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ഒരു കൊടപ്പനയുടെ ഓലയുടെ ഒരു രീതിയാണ്. ആ ഒരു വലിപ്പത്തിൽ തന്നെ കിട്ടുന്നത്. അത് ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ മഞ്ഞ കളർ വരും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പഴുത്ത് പാകമായി നല്ല ഗോൾഡൻ കളറിലേക്കായി. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ചാമ്പയാണിത്. സിസീജിയം ജുഹോയ് എന്ന് പറയും. ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ ചാമ്പയുടെ ലീഫ് പോലെയല്ല. ഇത് ഈ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് ഏകദേശം ഒരു 10 മീറ്റർ വരെ ഇതിൻ്റെ ലീഫിൻ്റെ നീളം വരും. സിസീജിയം ജിഹോയ് എന്ന് പറയും. ദൃശ്യ ന്യൂസ്, കൂത്താട്ടുകുളം. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.